ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മനോഹരൻ്റെ അടുത്തേക്ക് വരികയാണ്. ദേവിക സിദ്ധുവിൻ്റെ വീട്ടിൽ പോയതിന് പ്രശ്നമുണ്ടാക്കാനൊരുങ്ങി. അപ്പോൾ ഇതിൻ്റെ പിറകിൽ കളിച്ചത് ശരത്താണെന്നുള്ളത് മനോഹരന് മനസ്സിലാവാൻ കേട്ടോ. എന്നിട്ട് ചോദിക്കുകയാണ്, അമ്മേ, ദേവിക എന്നോട് പറഞ്ഞിട്ട് തന്നെയാണ് സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് പോയത്. ഞാനാണ് സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് പോവാൻ പറഞ്ഞത്. ഇവിടത്തെ പോലെ പാർവതിയെ കാണാതായതുപോലെ തന്നെ പ്രേമയെയും ആ വീട്ടിൽ നിന്നും കാണാതായി. അതിന് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാണ് അവിടേക്ക് ദേവികയെ ഞാൻ പറഞ്ഞു വിട്ടത്. ഞാനും പോവേണ്ടതായിരുന്നു, പക്ഷേ എനിക്ക് ശരീരം കൊണ്ട് സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പോവാതിരുന്നത്. അപ്പോഴത്തേക്കും ശരത്ത് അവിടേക്ക് വരികയാണ്. അച്ഛൻ എന്തായാലും ദേവികയെ അവിടേക്ക് പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു. അമ്മയെ വീട്ടിൽ നിന്നും കാണാതായതല്ലേ, പിന്നെ ദേവിക അവിടേക്ക് പോയത് ആളുകളൊക്കെ എന്തൊക്കെ പറയും. അപ്പോൾ ശരത്തിനെ കണ്ടതോടുകൂടി മനോഹരൻ പറയാം, അത് ശരി, നീ ഉണ്ടായിരുന്നോ ഇതിൻ്റെ പിറകിൽ? എനിക്ക് തോന്നി ഏതോ ഒരു വൃത്തികെട്ടവൻ അമ്മയെ എരിപിരി കയറ്റി വിട്ടതാണെന്നുള്ളത് എനിക്ക് അപ്പോഴേ മനസ്സിലായി. രണ്ടാളും ഒരു കാര്യം ഓർത്തോ, എനിക്ക് സിദ്ധു സുധിമോൻ്റെ സ്ഥാനത്ത് തന്നെയാണ്. അവിടെ ഒരു പ്രശ്നമുണ്ടായാലേ അത് എന്നെ കൂടി ബാധിക്കും. എനിക്കും അത് സങ്കടമുള്ള കാര്യം തന്നെയാണ്. മുത്തശ്ശി പറയണേ, നിനക്ക് ഇത്രയ്ക്ക് ബുദ്ധി ഇല്ലാതായി പോയല്ലോ മനോഹര. എന്നോട് എത്ര പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല. അപ്പോൾ മനോഹരൻ പറയണേ, എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിൽ എന്താ, അമ്മയ്ക്ക് ആശ്വസിക്കാനായിട്ട് ശരത്ത് മോനുണ്ടല്ലോ, അത് കഴിഞ്ഞ് ശരത്തിൻ്റെ അമ്മയുമുണ്ടല്ലോ. അമ്മ ഒരു കാര്യം ആദ്യം മനസ്സിലാക്കിക്കോ, അമ്മയ്ക്ക് നാളെ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഈ മകൻ തന്നെയാണ് കൂടെ ഉണ്ടാകൂ എന്നും പറഞ്ഞ് മനോഹരൻ പോവാട്ടോ. അപ്പോൾ അത് കേൾക്കുമ്പോൾ മുത്തശ്ശി ഒരു പുച്ഛഭാവത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അപ്പോൾ ശരത്ത് പറയണേ, അതിപ്പോൾ അച്ഛനെ പറഞ്ഞിട്ട് കാര്യമില്ല. അച്ഛനെ ആ ദേവിക അത്രക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. അപ്പോൾ മുത്തശ്ശി പറയണേ, അത് ഇന്നല്ലെങ്കിൽ നാളെ മനോഹരന് എല്ലാ സത്യവും മനസ്സിലാക്കും. അതുവരെ നമുക്ക് ക്ഷമയോടുകൂടി കാത്തിരിക്കാം എന്നും പറഞ്ഞ് മുത്തശ്ശി പോവുകയാണ് കേട്ടോ. പിന്നീട് സിദ്ധുവിൻ്റെ വീട്ടിലേക്ക് പോലീസ് പ്രേമയെ കാണാത്തതിൻ്റെ പേരിൽ അന്വേഷിക്കാൻ വരികയാണ്. അപ്പോൾ പോലീസ് പറയണേ, പ്രേമയെ കാണാത്തത് രണ്ട് സാധ്യതകളാണ് ഞങ്ങൾ കാണുന്നത്. ഒന്നല്ലെങ്കിൽ പ്രേമ പുറത്തു പോകുന്ന സമയത്ത് പ്രേമയെ ആരെങ്കിലും തട്ടിക്കൊണ്ടുപോയിട്ടുണ്ടാവും. രണ്ടാമത്തെ സാധ്യത, അല്ലെങ്കിൽ ഈ വീട്ടിൽ വെച്ച് പ്രേമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. അത് കേട്ടതോടുകൂടി ചന്ദ്ര അങ്ങ് പതറുകയാണ് കേട്ടോ. അപ്പോൾ രംഗം പറയണേ, സാറ് പറഞ്ഞത് ശരിയാണ്, അതിനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ സിദ്ധു പറയണേ, പ്രേമേച്ചിക്ക് ഈ വീട്ടിൽ വെച്ചാണ് എന്തെങ്കിലും സംഭവിച്ചിട്ടുള്ളതെങ്കിൽ അക്രമി ഇവിടേക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ അക്രമി പ്രേമേച്ചിയെ ബോധം കെടുത്തിയിട്ടുണ്ടാവും. പിന്നെ ഒറ്റയ്ക്ക് പ്രേമേച്ചിയെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് അത്രയ്ക്ക് സാധ്യതയുള്ള കാര്യമല്ല. അപ്പോൾ ദേവിക പറയണ, അല്ല, ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ പ്രേമേച്ചിയെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോവാമല്ലോ. അത് കേട്ടപ്പോൾ പോലീസ് പറയണ, അതിനുള്ള സാധ്യത കൂടുതലാണ്. ഒന്നല്ലെങ്കിൽ പ്രേമയെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തി മാരക ആയുധങ്ങൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയിട്ടാവും ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള സാധ്യതകളാണ് ഞങ്ങൾ കാണുന്നത്. എന്തായാലും ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ, ഈ വീട്ടിൽ വെച്ചാണ് സംഭവം നടന്നിട്ടുള്ളതെങ്കിൽ ഇവിടെ ഒരു തെളിവും അവശേഷിക്കാതെയാണ് പ്രേമയെ ഇവിടെ നിന്നും കൊണ്ടുപോയിട്ടുള്ളത്. അങ്ങനെയുള്ള സൂചനകളാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ആ സമയത്തൊക്കെ കൃത്യ പോയിന്റുകൾ പോലീസ് പറയുന്ന സമയത്ത് ചന്ദ്ര പതർച്ചയോട് കൂടിയാണ് നിൽക്കുന്നത്. എന്നിട്ട് പോലീസ് പറയണ, അല്ല എന്നുണ്ടെങ്കിൽ ഈ വീട്ടിൽ പിന്നെ മറ്റെന്തെങ്കിലും വഴക്ക് നടന്നിട്ടുണ്ടാവണം. അപ്പോഴും ഇതുപോലെ ആരോടും പറയാതെ ഇറങ്ങിപ്പോവും. അങ്ങനെ വല്ല വഴക്കും ഇവിടെ നടന്നിട്ടുണ്ടോ? അത് ചോദിച്ചതോടുകൂടി ചന്ദ്ര പതർച്ചയോട് കൂടി പറയുകയാണ്, അങ്ങനെ വഴക്കൊന്നും പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ വീട്ടിൽ ആകെയുള്ളത് പറയൂ എന്നങ്ങ് പോലീസ് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയാണ്, അത് പിന്നെ ഈ നിൽക്കുന്ന ദേവികയുടെ വീട്ടിലേക്ക് സിദ്ധുവേട്ടൻ പോകുന്നത് പ്രേമേച്ചിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. അത് കേട്ടപ്പോൾ പെട്ടെന്ന് ദേവിക അങ്ങ് ഞെട്ടിപ്പോവാണ്. അപ്പോൾ സിദ്ധുവും രംഗനും അച്ഛനും ഒക്കെ ഞെട്ടിപ്പോവാട്ടോ. ഇവളിപ്പോൾ എന്തിനാ ഇതൊക്കെ ഇവിടെ പറയുന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ. എന്നിട്ട് ചന്ദ്ര പറയണ്, ദുർമരണം നടന്ന വീടായതുകൊണ്ട് സിദ്ധുവേട്ടന് വല്ല ദോഷവും വരുമോ എന്നുള്ള പേടി പ്രേമേച്ചിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഈ വീട്ടിലുള്ള ആരുമായിട്ടും പ്രേമേച്ചിക്ക് ഉണ്ടായിരുന്നില്ല. അത് കേട്ടപ്പോൾ പോലീസ് സിദ്ധുവിനോട് ചോദിക്കുകയാണ്, അല്ല, ഇവരീ പറയുന്നത് ശരി തന്നെയാണോ? അപ്പോൾ സിദ്ധു പറയണ, ശരി തന്നെയാണ്, പ്രേമേച്ചിക്ക് അങ്ങനെയുള്ള ചില പേടികളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒന്നാമത്തെ പേടി ഇവൾ ഈ വീട്ടിൽ താമസിക്കുന്നതായിരുന്നു എന്നങ്ങ് പറഞ്ഞതോടുകൂടി ചന്ദ്ര പെട്ടെന്നങ്ങ് പേടിക്കുകയാണ് കേട്ടോ. ചന്ദ്രക്കിട്ട് സിദ്ധു കൃത്യസമയത്ത് തന്നെ ഒരു കൊട്ട് കൊടുക്കണം. എന്നിട്ട് സിദ്ധു പറയണ, അങ്ങനെയുള്ള ചെറിയ പ്രശ്നങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളൂ, അല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ പോലീസ് പറയണ, എന്തായാലും ഞങ്ങൾ ഒന്നുകൂടി അന്വേഷിക്കട്ടെ. എന്നെ നാളത്തെ പത്രത്തിലൊക്കെ ന്യൂസ് വരുന്നതല്ലേ, അപ്പോൾ ഉറപ്പായും എന്തെങ്കിലും ഒരു വിവരം കിട്ടാതിരിക്കില്ല എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് പോകുന്നത്. എന്നിട്ട് സിദ്ധു ചന്ദ്രയോട് ദേഷ്യപ്പെടുകയാണ്, നീ ഇപ്പോൾ എന്തിനാണ് പോലീസിനോട് ഇതൊക്കെ പറയാതിരുന്നത്? ഞാൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയല്ലേ, പക്ഷേ നിങ്ങൾ പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങളല്ലല്ലോ. അപ്പോൾ സിദ്ധു പറയണേ, ഞങ്ങൾ പറഞ്ഞതും സത്യസന്ധമായ കാര്യങ്ങൾ തന്നെയാണ്. നീ ഇവിടെ താമസിക്കുന്നത് ചേച്ചിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നു. പിന്നെ സിദ്ധുവേട്ടൻ ദേവികയുടെ വീട്ടിൽ പോകുന്നതും പ്രേമേച്ചിക്ക് തീരെ ഇഷ്ടമില്ലായിരുന്നല്ലോ. അവിടേക്ക് ഞാൻ പോകുന്നതും
ഇപ്പോൾ പ്രേമിച്ചയെ കാണാത്തതും തമ്മിൽ എന്ത് ബന്ധമാടി ഉള്ളത്? അതൊന്നും എനിക്കറിയില്ല. ഇവിടെ വഴക്ക് നടന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ അങ്ങ് പറഞ്ഞു. അപ്പോൾ രംഗം പറയണം, നിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. പ്രേമയെ കാണാത്തത് ഞങ്ങൾ കാരണമാണെന്നുള്ളത് നിനക്ക് വരുത്തി തീർക്കണം. ഓ ചന്ദ്ര പറയണ, എന്താ അങ്ങനെയുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ലല്ലോ. ഒരു സാധ്യതയും തള്ളിക്കളയുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ ദേവിക പറയണ, അത് നീ പറഞ്ഞത് ശരിയാണ്. ഒരു സാധ്യതയും തള്ളിക്കളയുന്നത് ശരിയല്ല. പോലീസുകാർ ഈ വീട് പരിശോധിക്കാൻ വന്നപ്പോൾ എല്ലാവരുടെയും മുഖം ഞാൻ ശ്രദ്ധിച്ചതാണ്. എല്ലാവരുടെയും പ്രാർത്ഥന എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടണേ എന്നായിരുന്നു. പക്ഷേ ഇവിടെ ഒരാളുടെ മുഖം മാത്രം ഒരു പേടിയും പരിഭ്രമവും ആശങ്കയൊക്കെ ആയിരുന്നു. അത് കേട്ടതോടുകൂടി ചന്ദ്ര പറയണേ, എനിക്കൊന്നും പരിഭ്രമവും പേടിയും ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ദേവിക പറയണേ, കണ്ടില്ലേ, അപ്പോൾ ആർക്കാണ് പേടിയും പരിഭ്രമവും ഉണ്ടായി എന്നുള്ളത് അവർ തന്നെ പറയുന്നത് കേട്ടില്ലേ. അപ്പോൾ അച്ഛൻ പറയണേ, എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അത് പറയൂ ചന്ദ്രേ, ഞങ്ങൾക്ക് പ്രേമയെ തിരിച്ചു കിട്ടണം, അത്രയേ ഉള്ളൂ. കേസിൽ ഞങ്ങൾ ആരെയും പ്രതിയാക്കില്ല. അത് കേട്ടപ്പോൾ ചന്ദ്ര, അതിന് എനിക്കറിയണ്ടേ? സിദ്ധു പറയണേ, ഏതായാലും സംസ്ഥാന പോലീസ് കേസ് അന്വേഷിക്കുന്നുണ്ട്. അവർക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പിന്നെ CBI അന്വേഷിക്കും. അത് കേട്ടപ്പോൾ ചന്ദ്ര പറയണേ, CBIയോ ക്രൈംബ്രാഞ്ചോ ആര് വേണമെങ്കിലും അന്വേഷിച്ചോട്ടെ, എനിക്കതിൽ ഒരു പേടിയുമില്ല. അപ്പോൾ ദേവിക പറയണേ, ഈ ഒരു പറച്ചിൽ അപ്പോഴും പറയണം. എന്തായാലും ഞാൻ പോവട്ടെ എന്ന് പറഞ്ഞ് ദേവിക പോവാൻ ഒരുങ്ങുമ്പോൾ അച്ഛൻ പറയണേ, എന്തായാലും നീ തനിച്ചു പോവണ്ട സിദ്ധു, നീ കൂടി കൊണ്ടാക്ക്. അല്ലാതെ ഇപ്പോൾ തനിച്ചു വിടാൻ കഴിയില്ല. ഇപ്പോൾ നിന്ന നിൽപ്പിൽ ഓരോരുത്തരെയും കാണാതാവുകയാണ്. അപ്പോൾ ദേവിക പറയണ, അത് വേണ്ട അച്ഛാ, ഞാൻ പൊയ്ക്കോളാം. അപ്പോൾ പരിഹസിച്ചുകൊണ്ട് ചന്ദ്ര പറയണ, അയ്യോ അങ്ങനെ പറയരുത്, കാമുകിയുടെ കൂടെ പോവാനേ കാമുകൻ്റെ ഹൃദയം തുടിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ ദേവിക പറയണ, അത് കാമുകൻ്റെ ഹൃദയമല്ല, എൻ്റെ ഭർത്താവിൻ്റെ ഹൃദയമാണ് തുടിക്കുന്നത്, എൻ്റെ സുധിയേട്ടൻ്റെ ഹൃദയം. അപ്പോൾ സിദ്ധു പറയണ, ഇവളോടൊന്നും സംസാരിച്ചിട്ട് ഒരു കാര്യവുമില്ല ദേവിക, വാ നമുക്ക് പോവാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി പോവാട്ടോ. എന്നിട്ട് ചന്ദ്ര ദേഷ്യം പിടിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് ആരും കാണാതെ ചന്ദ്ര ശരത്തിനെ വിളിക്കുകയാണ്. കേസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്, എനിക്കെന്തോ വല്ലാത്ത പേടിയാവുന്നുണ്ട്. ഇനി അടുത്തത് അവർ CBI എടുക്കണം, ക്രൈംബ്രാഞ്ചിന് കൊടുക്കണം എന്നൊക്കെയാണ് അവർ പറയുന്നത്. എനിക്കെന്തോ വല്ലാത്ത പേടിയാകുന്നുണ്ട്. അപ്പോൾ ശരത്ത് പറയുന്നത്, അതിന് എനിക്കൊരു പേടിയുമില്ല, ഞാനിതിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് ഞാൻ പേടിക്കുന്നത്? എനിക്ക് വക്കീലിനോടാണ് പറയാനുള്ളത്. അവർ CBIയോ ക്രൈംബ്രാഞ്ചിനെ ആരെ വേണമെങ്കിലും ഇറക്കിക്കോട്ടെ, പക്ഷെ പിടി കൊടുക്കാതിരുന്നാൽ മതി. ഒന്ന് സൂക്ഷിച്ചാൽ വക്കീൽ കുടുങ്ങില്ല, അല്ല എന്നുണ്ടെങ്കിൽ വക്കീൽ തന്നെയാണ് കുടുങ്ങാൻ പോകുന്നത്, അല്ലാതെ ഞാനല്ല എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ശരത്ത് ഫോൺ വെക്കുന്നത്. അതോടുകൂടി ചന്ദ്രക്ക് ചെറിയൊരു പേടി വരികയാണ്. പിന്നീട് സിദ്ധുവും ദേവികയും കൂടി മനോഹരൻ്റെ വീട്ടിലേക്ക് എത്താണ്. അപ്പോൾ ശരത്ത് മുത്തശ്ശിയെ എരിപിരി കയറ്റുകയാണ്. അവരെ ഇനി മുത്തശ്ശി ഈ വീട്ടിലേക്ക് കയറ്റരുത്, ആ ദേവികയെ ഇവിടെ നിന്നും ആട്ടി പുറത്താക്കണം, ചുണയുണ്ടെങ്കിൽ മുത്തശ്ശി അതാണ് ചെയ്ത് കാണിക്കേണ്ടത് എന്ന് പറഞ്ഞ് എരിപിരി കയറ്റുകയാണ് കേട്ടോ. അങ്ങനെ ദേവികയും സിദ്ധുവും അകത്തേക്ക് വരികയാണെന്ന് കാണുമ്പോൾ മുത്തശ്ശി പറയണ, നിൽക്കടി അവിടെ, ഇനി നീ ഈ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തരുത്, മര്യാദയ്ക്ക് നീ ഇവിടെ നിന്നും ഇറങ്ങിപ്പോവണം. എന്തിന് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് നീ ഇവിടെ താമസിക്കുന്നത് എനിക്ക് ഇഷ്ടമില്ല, അത്ര തന്നെ. പിന്നെ ഈ വീടിനേക്കാളും കൂടുതൽ ഇഷ്ടം നിനക്ക് ഇവനും ഇവൻ്റെ വീട്ടുകാരുമല്ലേ. അപ്പോഴത്തേക്കും ഇത് കേട്ടും കൊണ്ട് മനോഹരം വരികയാണ്. അപ്പോൾ എന്താ അമ്മായി പറയുന്നത്? പിന്നെ ദേവിക മോൾ എവിടെ പോകാനാണ്? അതൊന്നും എനിക്കറിയണ്ട, ഇവളെന്തായാലും ഇവിടെ നിൽക്കണ്ട, എനിക്ക് ഇവൾ എവിടെ പോകുന്നു എന്നുള്ളതൊന്നും അന്വേഷിക്കേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പോൾ ദേവിക പറയണ, മുത്തശ്ശി ഇത് എൻ്റെ പേരിലുള്ള എൻ്റെ വീടാണ്, പിന്നെ എന്നോട് ഇവിടെ നിന്നും ഇറങ്ങിപ്പോവാൻ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അതോടുകൂടി ശരത്തൊങ്ങ് പതറുകയാണ് കേട്ടോ. അപ്പോൾ ദേവിക പറയണ, എരിപിരി കയറ്റുമ്പോൾ ശരത്തെ നീ എന്താ അത് ഓർത്തില്ലേ? ഇത് എൻ്റെ പേരിലുള്ള വീടാണ്, ഇവിടെ നിന്നും ഞാൻ എവിടേക്കാണാവോ ഇറങ്ങിപ്പോവേണ്ടത്? ശരത്ത് മുത്തശ്ശിയെ എരിപിരി കയറ്റുമ്പോൾ, അതെന്താ ഓർത്തില്ലേ ശരത്തെ? അയ്യോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ മുത്തശ്ശിയോട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ദേവിക പറയണ, എനിക്ക് ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അച്ഛനെയാണ്, അത് കഴിഞ്ഞാൽ എനിക്ക് മുത്തശ്ശിയാണ് ഇഷ്ടം. അപ്പോൾ മുത്തശ്ശി എന്തെങ്കിലും പറയുമ്പോൾ അത് അനുസരിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ചില കാര്യങ്ങളൊന്നും മുത്തശ്ശി പറയുന്നത് എനിക്ക് അനുസരിക്കാൻ കഴിയില്ല, അതുപോലത്തെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ നിന്നും ഒരിക്കലും പോവില്ല. അത് കേട്ടപ്പോൾ മനോഹരം പറയണ, ഇങ്ങനെയുള്ള മറുപടി കൊടുക്കണം മോളെ, അല്ലാതെ വിഷമിച്ച് നിൽക്കുകയല്ല വേണ്ടത്. അപ്പോൾ മുത്തശ്ശിയും ശരത്തും നാണം കെട്ട് നിൽക്കുമ്പോൾ മുത്തശ്ശി പറയണേ, മനോഹര നീ ഇന്നല്ലെങ്കിൽ നാളെ ഇവള് തന്നെ നിനക്ക് തിരിച്ചടി തരും, അപ്പം നീ പഠിക്കും എന്നും പറഞ്ഞ് ദേഷ്യം പിടിച്ച് രണ്ടുപേരും അകത്തേക്ക് പോവാട്ടോ. അപ്പോൾ മനോഹരം പറയണ, അവർ പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട സിദ്ധു, ദേവിക എന്ന് പറയുമ്പോൾ സിദ്ധു പറയണ, അവർ പറയുന്നതൊന്നും ഞാൻ കാര്യമാക്കിയിട്ടില്ല, അതുകൊണ്ടാണ് അച്ഛാ ഞാൻ മിണ്ടാതെ നിന്നത്. ഞാനിപ്പോൾ ദേവികയോടൊപ്പം ഇടയ്ക്ക് വന്നതിൽ ഒരു കാര്യമുണ്ട്, അത് പറയാനാണ് അച്ഛാ ഞാനിപ്പോൾ ഇവിടേക്ക് വന്നത്. അപ്പോൾ എന്താണെന്നുള്ള ആകാംക്ഷയിലാണ് കേട്ടോ മനോഹരൻ നിൽക്കുന്നത്. അപ്പോൾ ന്യൂസ് പേപ്പറിൽ പാർവതിയുടെയും പ്രേമയുടെയും കാണാതായതിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുകയാണ് കേട്ടോ സിദ്ധു. പിന്നീട് അമ്മായിയോട് പൊന്നുമണി പറയുകയാണ്, എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ
നിന്റെ ഭാഗം വെച്ചത് കിട്ടണം എന്ന് പറയുമ്പോൾ അമ്മായി പറയണ എത്രയും പെട്ടെന്ന് നിന്റെ ഭാഗം ഞങ്ങൾ തന്നിരിക്കും, ഞങ്ങളത് കൈയടക്കി വെക്കുകയുമില്ല. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, നിന്റെ കയ്യിലുള്ള സ്വത്തുക്കളെല്ലാം കഴിഞ്ഞാൽ പിന്നെ ആ ശരവണനെ വലിച്ചെറിയും. അത് നീ ഓർത്താൽ നിനക്ക് നന്ന്. ഞാൻ അതിനത്ര പൊട്ടിയൊന്നുമല്ല അമ്മായി, എനിക്കെല്ലാം അറിയാം. എൻ്റെ കയ്യിലുള്ള പണമൊന്നും അങ്ങനെ പെട്ടെന്നൊന്നും ആർക്കും കിട്ടുകയുമില്ല, അത് നശിക്കാനും പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ആദ്യം ഒന്ന് ഓർത്തോ, ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങളാണ് എൻ്റെ അടുത്തേക്ക് വരാൻ പോകുന്നത്. അപ്പോൾ എന്നോട് സഹായം ചോദിച്ചാലേ ഞാൻ നിങ്ങളെ സഹായിക്കുകയില്ല. അപ്പോൾ അമ്മായി പറയണേ, ഞങ്ങൾ ഒരു കാരണവശാലും നിൻ്റെ അടുത്തേക്ക് സഹായം ചോദിച്ചുള്ള വരവുണ്ടാവില്ല. പക്ഷേ നീ ഒന്നോർത്തോ, ശരവണനെ നീ സൂക്ഷിച്ചോ. നീ ഒരിക്കലും ശരവണനെ പോലെയുള്ളവനെ വിശ്വസിച്ച് അവരോടൊപ്പം ജീവിക്കേണ്ടവളല്ലായിരുന്നു എന്ന് പറയുമ്പോഴും അതൊന്നും കേൾക്കാൻ പൊന്നുമണി കൂട്ടാക്കുന്നില്ല കേട്ടോ. അപ്പോഴാണ് ഇനി അവിടേക്ക് തങ്കച്ചു വരുന്നത്.